ഹലോ ഗൈസ്, വെൽക്കം ടു ട്രെൻഡിങ് ഇൻസൈറ്റ്സ്. ഒരു മുறை വന്ന് പാർത്തായ എന്ന ഉണ്ണി മുകുന്ദൻ സിനിമയിൽ തനി നാട്ടിൻ പുറത്തുകാരിയായ പെൺകുട്ടിയുടെ വേഷം ചെയ്താണ് പ്രയാഗ മാർട്ടിൻ എന്ന 29കാരിയെ മലയാളികൾ ആദ്യമായി കാണുന്നത്. പിസാസ് എന്നൊരു തമിഴ് സിനിമ ചെയ്താണ് പ്രയാഗ അഭിനയത്തിലേക്ക് എത്തിയത്. അതിനു മുൻപ് സാഗർ ഇലിയാസ് ജാക്കി, ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഒരു മുறை വന്ന് പാർത്തായിലെ പാട്ടുകളെല്ലാം ഹിറ്റായിരുന്നത് കൊണ്ടുകൂടിയാണ് സിനിമ വിജയമല്ലാതിരുന്നിട്ടും പ്രയാഗയെ മലയാളികൾ ശ്രദ്ധിച്ചതും ഏറ്റെടുത്തതും. ശേഷം പ്രയാഗയ്ക്ക് ലഭിച്ച സിനിമകളിൽ ഭൂരിഭാഗവും വിജയം നേടിയവയായിരുന്നു. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, ഫുക്രി, രാമലീല, ബ്രദേഴ്സ് ഡേ തുടങ്ങിയവയാണ് അവയിൽ ചിലത്. കൂടാതെ നവരസ എന്ന തമിഴ് വെബ് സീരീസിൽ സൂര്യയുടെ നായികാ വേഷവും ചെയ്യാൻ നടിക്ക് ഭാഗ്യം ലഭിച്ചു. എന്നാൽ അടുത്തിടെയായി നല്ലൊരു വിജയ ചിത്രത്തിൻ്റെ ഭാഗമാകാനോ അഭിനയ സാധ്യതയുള്ള കഥാപാത്രം ചെയ്യാനോ ഉള്ള അവസരം പ്രയാഗയ്ക്ക് ലഭിച്ചിട്ടില്ല. 2023 പ്രയാഗയുടേതായി ഇറങ്ങിയ ഡാൻസ് പാർട്ടി, ബുള്ളറ്റ് ഡയറീസ് തുടങ്ങിയവയെല്ലാം പരാജയമായിരുന്നു. മുൻനിര നായികമാരുടെ ലിസ്റ്റിലേക്ക് ഭാവിയിൽ എഴുതി ചേർക്കുമെന്ന് പ്രേക്ഷകർ കരുതിയിരുന്ന അഭിനേത്രി കൂടിയായിരുന്നു പ്രയാഗ. എന്നാൽ മോശം സ്ക്രിപ്റ്റിംഗ് സെലക്ഷൻ മൂലം നല്ല സിനിമകളോ കഥാപാത്രങ്ങളോ പ്രയാഗയ്ക്ക് ലഭിക്കുന്നില്ല. നടിയുടെ തിരിച്ചുവരവ് തീർച്ചയായും മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട്. അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ആരാധകരുമായി സോഷ്യൽ മീഡിയ വഴി തൻ്റെ വിശേഷങ്ങൾ നടി പങ്കിടാറുണ്ട്. പുത്തൻ ലുക്കുകൾ പരീക്ഷിക്കാൻ താല്പര്യമുള്ള പ്രയാഗയുടെ ഫോട്ടോഷൂട്ടുകളും വൈറലാകാറുണ്ട്. ഏത് ലുക്കും മടിയില്ലാതെ പരീക്ഷിക്കുന്നതിനാൽ കടുത്ത വിമർശനവും നടിക്ക് നേരിടേണ്ടി വരാറുണ്ട്. അത്തരത്തിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പ്രയാഗ പങ്കിട്ട ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. മുംബൈ മെട്രോ സ്റ്റേഷനായിരുന്നു ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ എന്നാണ് ചിത്രത്തിൽ നിന്നും മനസ്സിലാകുന്നത്. പച്ചയും ഗോൾഡനും മെറൂണും നിറത്തിലുള്ള നീളൻ വരകളുള്ള ക്രീം കോട്ടൺ സാരിയും ചെസ്റ്റ് പ്ലേറ്റഡ് കൂടിയ ബ്രൗൺ നിറത്തിലുള്ള സ്ലീവ്ലെസ് ക്രോപ്പ് ടോപ്പും അതിനിണങ്ങുന്ന ചങ്ങലയുടെ പാറ്റേണിലുള്ള സ്വർണ്ണ ചെയിനും ഷൂസുമായിരുന്നു പ്രയാഗയുടെ വേഷം. സൈഡ് പാർട്ടഡ് പിക്സി ഹെയർ കട്ടായിരുന്നതിനാൽ ഐഷാഡോ, ലിപ്സ്റ്റിക് എന്നിവയ്ക്കൊപ്പം ചെറിയ രീതിയിൽ ഫേസ് പെയിന്റിങ്ങും ചെയ്തിരുന്നു. കേരളത്തിലെ പ്രമുഖ ബ്രാൻഡുകളിലൊന്നായ കല്യാൺ ജുവലേഴ്സിന് വേണ്ടിയായിരുന്നു പ്രയാഗയുടെ വ്യത്യസ്തമായ ഫോട്ടോഷൂട്ടും ലുക്കും. ഫോട്ടോ വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ എത്തുന്നുണ്ട്. ഒരു മുறை വന്ന് പാർത്തായ, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ പോലുള്ള സിനിമയെ ഇഷ്ടപ്പെട്ടവർക്ക് നടിയുടെ മോഡേൺ ലുക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചിട്ടില്ല. പരിഹാസം നിറഞ്ഞ കമൻറ്റുകളാണ് ഏറെയും എത്തുന്നത്. നല്ലൊരു നടിയായിരുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. സിനിമ കിട്ടാതെ ഭ്രാന്തായതാണോ? ഒരു മുறை വന്ന് പാർത്തായ സിനിമയിൽ എന്തൊരു ലുക്കായിരുന്നു. ഇപ്പോൾ ആകെ ശോകമായെന്നും കുട്ടിക്ക് ഒന്നുമില്ല, എല്ലാം ശരിയാകും, സിനിമ ഒന്നുമില്ലാഞ്ഞിട്ട് ഭ്രാന്തായതാണോ, അതോ സിനിമയില്ലെന്നുള്ള ടെൻഷൻ കാരണം കഞ്ചാവടിച്ച് കിറുങ്ങിയതാണോ എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. അതേസമയം മുൻപും പലതവണ മുടിയിലും ശരീരത്തിലും മേക്ക് ഓവറുകൾ നടത്തിയിട്ടുണ്ട് പ്രയാഗ. അന്നും സമാനമായ രീതിയിൽ പരിഹാസവും പുച്ഛവും നിറഞ്ഞ കമൻറ്റുകൾ വന്നെങ്കിലും പ്രയാഗയെ അതൊന്നും ബാധിച്ചതേയില്ല. തൻ്റെ ലുക്കിനെ വിമർശിക്കുന്നവരോട് തനിക്കൊന്നും പറയാൻ ഇല്ല എന്നാണ് പ്രയാഗ മാർട്ടിൻ പറയാറുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ത് ധരിക്കണമെന്നത്. ആളുകൾക്കത് ഇഷ്ടമാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണോ ജീവിക്കേണ്ടതെന്നും അതോ എൻ്റെ ഇഷ്ടത്തിനോ എന്നാണ് നടി മുൻപൊരിക്കൽ ചോദിച്ചത്.